السلام عليكم ورحمة الله وبركاته. أعوذ بوجه الله العظيم الذي ليس شيء أعظم منه وبكلمات الله التامات التي لا يجاوزهن بر ولا فاجر وبأسماء الله الحسنى التي ما علمنا منها وما لم نعلم من شر ما خلق وبراء وبراء. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الله أعلم حيث يجعل رسالته صلى الله عليه وسلم. ബഹുമാനമുള്ള നമ്മുടെ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ ഇബ്രാഹിം മറ്റ് വേദിയിൽ ഉപേക്ഷയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും വിശിഷ്യ ജമിയത്തുൽ മുഅല്ലിമീൻ നേതാക്കന്മാരാവുന്ന സാദാത്തുകൾ, പണ്ഡിതന്മാർ, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഈ വേദിയിലൂടെ ഒരുമിച്ച് കൂടിയ ബഹുമാനമുള്ള പണ്ഡിതന്മാർ, ബഹുമാനമുള്ളവരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ശക്തമായ പോഷക സംഘടനകളിൽപ്പെട്ട ഒന്നാണ് ജമിയത്തുൽ ഉലമ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയങ്ങളും ആദർശങ്ങളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനങ്ങൾ, അതിൻ്റെ നിർദ്ദേശങ്ങൾ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഏറ്റവും വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്ന ഒരു സമൂഹമാണ് മുഅല്ലിമീങ്ങൾ. അതുകൊണ്ട് തന്നെ മുഅല്ലിമീങ്ങളെ സദർ ഉസ്താദന്മാരെ ഒരുമിച്ച് വെച്ചുള്ള ഈ സംഗമം വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംഗമമാണ്. ഞാൻ ഇതിൻ്റെ തുടക്കം തന്നെ എത്ര ഉദ്ദേശിച്ചു, പക്ഷേ ഇങ്ങനെ ഈ പരിപാടിക്ക് ഇങ്ങനെ പോകണം, ദർശകം തുടങ്ങി പോകണം. അപ്പം അതൊരു അവലക്ഷണമാണെന്ന് മനസ്സിലാക്കി ദർസ് മുടങ്ങാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഒരു 2 കിതാബ് ഓതി 12 മണിയാകുമ്പോൾ എത്താന്ന് പറഞ്ഞു. അപ്പോൾ അതാ പറഞ്ഞതുപോലെ 2 കിതാബ് ഓതി കൊടുത്തു. പിന്നെ കുറച്ച് അധികം അങ്ങോട്ട് യാത്ര ചെയ്യാനുണ്ടായിരുന്നു. അതാണ് 12 മണി എന്ന് പറഞ്ഞത്. അപ്പോൾ ഏതായാലും 12 മണിയാകുമ്പോൾ ഇവിടെ എത്താൻ സാധിച്ചു. അപ്പോൾ അതിലാരും ഒന്നും വിചാരിക്കരുത്, വെറുപ്പൊന്നും കരുതരുത്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ എല്ലാ പോഷക സംഘടനകളും നമുക്കറിയാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ ആശയങ്ങളും ആദർശങ്ങളൊക്കെ, അതിൻ്റെ തീരുമാനങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശക്തമായി പ്രവർത്തിക്കുന്നവരാണ്. അതിൽ യാതൊരു സംശയവും. പ്രത്യേകിച്ച് പണ്ഡിതന്മാരായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ബാധ്യതയാണ് നിങ്ങളിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി. അല്ലാഹുവിൻ്റെ വിശുദ്ധമാവുന്ന ഇൽമ്, അതാണ് വഹീ മുഖേന നമുക്ക് ലഭിക്കപ്പെട്ടത്. ആ വഹീന്റെ മുബല്ലിഗീങ്ങൾ, അതിനെ ഇവിടെ പ്രചരിപ്പിക്കുന്നവർ, അതിന് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടവരാണ് നമ്മളൊക്കെ.
അപ്പോൾ വഹയിന്റെ മുബല്ലിഗീകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവരാണ് പണ്ഡിതന്മാർ. അതുകൊണ്ടാണല്ലോ മഹാനാവുന്ന ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ആ സഹീഹുൽ ബുഖാരിന്റെ ആദ്യത്തിൽ ബാബു കൈഫ കാന ബദുഉൽ വഹി, വഹയിന്റെ തുടക്കം എങ്ങനെയെന്നുള്ളത് ഇമാം ബുഖാരി തങ്ങൾ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഹയിന്റെ തുടക്കം എങ്ങനെയായിരുന്നു. വഹയിന്റെ അതിന്റെ അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിന്റെ മബദ്, അതിന്റെ സ്വഭാവങ്ങൾ എങ്ങനെയാണ്. അതുകൊണ്ടാണ് മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങൾ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന ഈ ഹദീസ് ആ ബാബിന്റെ പറയപ്പെട്ട വിഷയം സ്ഥാപിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ കൊണ്ടുവന്നത്. അപ്പൊ വഹയിന്റെ മബദ് അതിന് തങ്ങളുടെ ആ വിശുദ്ധമായ ആ ഹൃദയത്തിലാണ്. ആ ഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി സംസ്കരിക്കപ്പെട്ട ഒരു വിശുദ്ധ ആത്മാവ്. ആ ആത്മാവായി യഥാർത്ഥത്തിൽ വഹീനെ സ്വീകരിച്ചത്, വഹീനെ കേട്ടത്, വഹീനെ സംരംഭിച്ച് വെച്ചതൊക്കെ അതിലേക്കാണ് ബാബു കൈഫ കാന ബദുഉൽ വഹി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഈ ബാബു കൊണ്ട് ഇശാറത്ത് ചെയ്യുന്നതും അതിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന് പറഞ്ഞ ഹദീസിനെ കൊണ്ടുവരികയും ചെയ്തു. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഈ അവസരത്തിൽ കടക്കരുത്. അപ്പോൾ വഹീന്റെ മുബല്ലിഗീകളാവുന്ന നമ്മൾ ആ വഹീനെ സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹുവിൻ്റെ റസൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല പ്രാവശ്യം തത്ഹീർ ചെയ്തു ഒരു വിശുദ്ധമായ പരമ്പരയിൽ കൂടി കൊണ്ടുവന്നു. അങ്ങനെ ഒരു പ്രത്യേകമാവുന്ന ഒരു സമയം എത്തിയപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ പ്രത്യേകമായ നിലക്കുള്ള ചില നിർദ്ദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ടു. അത് വഹീന്റെ തുടക്കം അങ്ങനെയായിരുന്നു. അങ്ങനെ ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഓറിഹറയിൽ കുറേ ദിവസങ്ങൾ കഴിച്ചു കൂട്ടി. അവിടെ പ്രത്യേകമാകുന്ന ചില ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് കൽപ്പന ഉണ്ടായി. ആ കൽപ്പന അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേക ഇബാദത്തുമായി അവിടെ കഴിച്ചു. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ആ വഹീനെ സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ആ വഹീനെ സ്വീകരിക്കാൻ ആവശ്യമായ നിലക്കുള്ള എല്ലാ ഇസ്തിഅദാത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി. അങ്ങനെ വഹീ നബി സ്വീകരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ ആ നബി നമ്മൾ കാണപ്പെടുന്ന ശരീരം കൊണ്ടല്ല, ആ ചെവി കൊണ്ടല്ല റസൂലുള്ളാഹി കേട്ടത്. വഹീനെ കേട്ടത് വിശുദ്ധമായ ആത്മാവ് കൊണ്ടായിരുന്നു കേട്ടത്. ആ വഹീനെ സംഭരിച്ചത് വിശുദ്ധമായ ആത്മാവ് കൊണ്ടായി. അപ്പോ വഹീനുമായി അവതരിപ്പിക്കുന്ന മലക്കിനെ അത് മലക്കിന്റെ ആ രൂപത്തിലാവട്ടെ, മനുഷ്യന്റെ രൂപത്തിലാവട്ടെ, ആ മലക്കിനെ കാണുന്നതും സാധാരണ കണ്ണുകൊണ്ടല്ല, അതും ആത്മാവുണ്ടായി. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് വഹീ സ്വീകരിക്കുമ്പോൾ ഒന്നിരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർണ്ണമായി മലായികത്തിന്റെ അവസ്ഥയിലേക്ക് അങ്ങോട്ട് മാറും. ആ മനുഷ്യൻ എന്നുള്ള ബശരീയത്തിനെ പൂർണ്ണമായി നബിയിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. പൂർണ്ണമായി മലക്കൂത്തിയാവുന്ന സ്വഭാവത്തിൽ അങ്ങോട്ടാണ്. അതല്ലെങ്കിൽ മനുഷ്യന്റെ അവസ്ഥയിലേക്ക് ഇങ്ങോട്ട് മാറും.
ഇത് രണ്ട് സ്വഭാവങ്ങളാണ് വഹീനെ അവതരിപ്പിക്കപ്പെടാറുള്ളത്. രണ്ട് സ്വഭാവങ്ങൾ. മറ്റൊരു സ്വഭാവം മലക്കില്ലാത്ത ചില ശബ്ദങ്ങളൊക്കെ കേൾക്കപ്പെടുക. അതിനെ പറ്റിയാണ് റസൂൽ പറഞ്ഞത് ഏറ്റവും പ്രയാസകരമായ ആ നിലക്ക് വഹീനെ സ്വീകരിക്കുക. അപ്പൊ എങ്ങനെയായാലും വഹീനെ സ്വീകരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ലാ തുഹരിക് ബിഹി ലിസാനക എന്ന് പറഞ്ഞു. നാവ് നബിയെ തങ്ങൾക്കൊന്നും നാവുകൊണ്ട് ചെയ്യണ്ട. ഇത് നസല ബിഹി റൂഹുൽ അമീൻ, ആ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയെ തങ്ങളുടെ ഹൃദയ വിശുദ്ധമായ ഹൃദയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ആത്മാവിലേക്ക് എന്നാണ്. ആ ആത്മാവിനെ അതിനെ അവതരിപ്പിച്ചു കൊടുത്തു. നബി ഒന്നും പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. ബാഹ്യമായ നാവാൻ പോയി അതല്ലെങ്കിൽ അത് കേൾക്കാൻ വേണ്ടി അത് കേട്ടുകൊണ്ട് സംഭരിക്കാൻ വേണ്ടി എഴുതി കൂട്ടുകയൊന്നും ചെയ്യണ്ട. ഇതിനെ അവതരിപ്പിക്കുന്നത് ഒരു പ്രത്യേക ഒരു സംവിധാനത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാവുന്ന ആലിമീങ്ങളാവുന്ന നമ്മളും വിശുദ്ധമാവുന്ന ഇൽമിന്റെ ഈ വഹീന്റെ മുബല്ലിഗീങ്ങൾ അതിൻ്റെ വ്യക്താക്കളാവണമെങ്കിൽ അമ്പിയാക്കന്മാരിലുണ്ടായിരുന്ന ആ ആത്മീയത നമ്മളിൽ ഉണ്ടാവണമെന്നാണ് ഈ പറഞ്ഞ. വഹീനെ സ്വീകരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി ബാഹ്യമായ അവയവങ്ങളൊന്നും ഉപയോഗപ്പെടുത്തണ്ടെന്ന് പറയുന്നത്. അത് നബിയെ തങ്ങൾക്കുള്ള മുഖദ്ദസാവുന്ന ആ റൂഹ്, ആ ആത്മാവ് കൊണ്ടാണ് അതിനെ സ്വീകരിക്കേണ്ടത്. അതിനെ കേൾക്കേണ്ടത് ആത്മാവ് കൊണ്ടാണ്. ആ വഹ്യുമായി കൊണ്ട് അവതരിക്കുന്ന മലക്കിനെ കാണേണ്ടത് ആത്മാവ് കൊണ്ടാണ്. അതിനെ സംഭരിക്കേണ്ടത് നബിയെ തങ്ങൾക്കുള്ള വിശുദ്ധമായ ആത്മാവിനാണ്. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുക? ഇത് അല്ലാഹുവിന്റെ വിശുദ്ധമാവുന്നതായ ഈ അല്ലാഹുവിന്റെ കലാമുകൾ, അതായത് ഈ വിശുദ്ധമായ ഉലൂമുകൾ, ഈ ഉലൂമുകളെ സ്വീകരിക്കുന്ന ആളുകൾക്ക് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരിൽ ഉണ്ടായിരുന്ന ആ വിശുദ്ധമാവുന്ന അവസ്ഥകള് കഴിവിന്റെ പരമാവധി ആലിമീങ്ങളുള്ളതുണ്ടാവണം. എന്നാൽ അമ്പിയാക്കന്മാരിലേക്ക് ചെന്നു മുട്ടുന്ന ഇൽമ് നമ്മളിൽ ഉണ്ടായി നമുക്ക് സമാധാനിക്കാൻ പറ്റുള്ളൂ. നമുക്കത് പറയാനും അവകാശമാണ്. അമ്പിയാക്കന്മാരെ ഇൽഫാവുന്ന ഇൽമാണ് നമ്മളിലുള്ളത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അമ്പിയാക്കന്മാരിലുള്ളത് പോലുള്ളൊരു ആത്മീയത നമുക്ക് ഉണ്ടാക്കി തീർക്കാൻ സാധിക്കും. അതങ്ങനല്ലേ? അവര് ഞാൻ പറഞ്ഞല്ലോ, ആത്മാവ് കൊണ്ട് കാണാൻ കേൾക്കുക, ആ നിലക്ക് ആത്മാവിനെ വിശുദ്ധമാക്കി എടുത്തത്. അപ്പൊ അത് ആ നിലക്കുള്ളൊരു അവസ്ഥയിൽ നമുക്ക് എത്താൻ കഴിയും. അത് അമ്പിയാക്കന്മാരെ കൊണ്ട് ചേർത്ത് നോക്കുമ്പോൾ അവർക്ക് അത് നിർബന്ധമായ ഒരു അവസ്ഥയാണ്. അൽ അംബിയാഉ മഅ്സൂമൂന അൻ കുല്ലി ഫിഇലിൻ ഔ ഖൗലിൻ ഔ ഹർകത്തിൻ ഔ സുകൂനിൻ അല്ലതി തുഖാലിഫു മഖാമഹുൽ അഅ്ലാന. അമ്പിയാക്കന്മാരുടെ ഉന്നതമാവുന്ന പദവിയോട് യോജിക്കാത്ത എന്തെങ്കിലും ഒരു സംഭവങ്ങൾ അവരുണ്ടാവില്ല. അത് വലിയ സഹുവൻ മറന്നുകൊണ്ട് വരെ ഉണ്ടാവില്ല. സഹുവും നിസ്യാനും തമ്മിൽ വ്യത്യാസം. നിസ്യാനെന്ന് പറഞ്ഞാൽ അസൂക്ഷിക്കപ്പെട്ട സംഗതി മുമ്പത്തെ ഹാഫിദയിൽ പറ്റ പോകുമ്പോഴേ നിസ്യാന്ന് പറഞ്ഞു. സഹു എന്ന് പറയുമ്പോൾ സൂക്ഷിക്കപ്പെട്ട സംഗതി മുമ്പത്തെ ഹാഫിദയിൽ പാടെ പോകുന്നില്ല. അത് കൊവ്വത്ത് മുദ്രിക്കയിരുന്ന് തൽക്കാലം മറഞ്ഞു നോക്കേണ്ടാവും. അപ്പോഴാണ് സഹു എന്ന് പറഞ്ഞ സംഗതി. അപ്പൊ ആ സഹു പോലും അമ്പിയാക്കന്മാരിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് മഹാനാവുന്ന ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ തന്നെ അത് അമ്പിയാക്കന്മാരെ പറ്റി അവരെ നിർവചിക്കുമ്പോൾ അവരെ പറ്റി പറയുന്ന സ്ഥലത്ത് അവരിൽ നിന്ന് ഒന്നും മോശമായ സംഗതികളെ തൊട്ട് അവർ മഅ്സൂമൂന, അവർ എല്ലാവിധ വൃത്തികേടുകളെ തൊട്ടും പൂർണ്ണമായി അവർ കാവൽ നൽകപ്പെട്ടവരാണ്. അവരിൽ നിന്ന് ദോഷങ്ങളൊന്നും ഉണ്ടാവൂല. ചെറുദോഷം പോലും ഉണ്ടാവൂല. അത് മറന്നുകൊണ്ടുണ്ടാവൂല. മഹാനാവുന്ന സംശയപരമായ ഈ തുഫൈൽ ഈ ഭാഗം വായിച്ചു ഓടുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ എടുത്തിട്ട് ആ ഒരു എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് കുറെ വട്ടം മുട്ടും മൂപ്പര്. കാരണം ഇബ്നു ഹജർ തങ്ങൾ ഈ പറഞ്ഞതാണ് ഇതിന്റെ ശരി എന്ന് പറഞ്ഞത്.
അപ്പോൾ അന്നിൽക്കുള്ളത് അത് അമ്പിയാക്കന്മാരെ കൊണ്ട് സംബന്ധിച്ച് അവർക്ക് വുജൂബായ നിർബന്ധമായ ഒരവസ്ഥയാണ്. ആ അവസ്ഥ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അമ്പിയാക്കന്മാരെ അലുലമാവ് വഖഫുൽ അംബിയാ ഒക്കെ പറയുമ്പോൾ അമ്പിയാക്കന്മാര് വാരിഫീങ്ങളാവണമെങ്കിൽ അള്ളാഹു റിസാലത്തിനെ എവിടെ കൊണ്ടുപോയി വെക്കണം അള്ളാഹു എനിക്കറിയാമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതാണ് അതിൻ്റെ അർത്ഥം. ഈ നിലയിൽ വിശുദ്ധമാക്കപ്പെട്ട ആളുകളെ അള്ളാഹു നബുവത്തിന് അള്ളാഹു തെരഞ്ഞെടുക്കും. അപ്പൊ അത് അള്ളാഹുവിന്റെ ഒരു ഹിബത്ത് റബ്ബാനിയത്താണ്. അത് അധ്വാനിച്ചതുകൊണ്ട് ഒരാൾക്ക് ഉണ്ടാക്കാൻ സാധിക്കണം ഒന്നല്ല നബുവത്ത്. പക്ഷെ അമ്പിയാക്കന്മാരുടെ വാരിഫ്യങ്ങളാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അമ്പിയാക്കന്മാരെ ആ ഇൽമിനെ കൈവശപ്പെടുത്താൻ ആവശ്യമാവുന്ന ഒരു ബന്ധം അമ്പിയാക്കന്മാരുമായിട്ടുണ്ടാവും. അപ്പൊ അമ്പിയാക്കന്മാരെ വാരിഫ്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഏത് നുബുവത്തിനെ പരിശോധിച്ചു നോക്കിയാലും ആ നുബുവത്തിന്റെ ബാത്തില് അത് വിലായത്താണ്. ഏത് അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ആ നുബുവത്തിന്റെ ബാത്തില് അത് വിലായത്താണ്. എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരെ വാരിഫീകളാവണമെന്നുണ്ടെങ്കിൽ അമ്പിയാക്കന്മാരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയണം. അത് നുബുവത്ത് കൊണ്ടുള്ള ബന്ധം അമ്പിയാക്കന്മാരുമായി സ്ഥാപിക്കാതെ നമുക്ക്. കാരണം നമുക്ക് നബിയാവാൻ കഴിയില്ല. പിന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം വേറെ നബി വരേണ്ട ആവശ്യമില്ല. ആ ശൃംഖല അല്ലാഹു അവസാനിപ്പിച്ചു. കാരണം അങ്ങനത്തെ ഒരു ശരിയത്താളുള്ള റസൂലിലേക്ക് നൽകപ്പെട്ടത് ആദിലത്താവുന്ന ഒരു ശരിയ കരിമത്തുകളാണ്, ഇത് സാദിഖത്താവുന്ന കരിമത്തുകളാണ്, ഇത് പൂർണ്ണമായ കരിമത്തുകളാണ്. അപ്പൊ പൂർണ്ണമായ ഒരു ശരീരത്തിലാണ് അല്ലാഹു റസൂലിലേക്ക് അവതരിപ്പിച്ചത്. അതിൽ എങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ എന്തെങ്കിലും നിലക്കുള്ള ഒരു അപാകത കണ്ടുപിടിക്കാൻ ആർക്കും സാധ്യമല്ല. അത് വളരെ സത്യസന്ധമായ അല്ലാഹുവിന്റെ കരിമത്തുകളാണ്. അത് വളരെ നീതിപൂർവ്വമുള്ള കരിമത്തുകൾ. അപ്പൊ നീതി ഇല്ല എന്ന് പറഞ്ഞ മറുപടി കൂട്ടുന്ന പല ആളുകളാണ്. പെണ്ണുങ്ങൾക്കൊക്കെ ഓരോടുത്ത് കുറച്ചുള്ളൂ, ആണുങ്ങൾ അത്രയില്ല. അതതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. നീതി എന്ന് പറഞ്ഞാൽ അത് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ കാര്യങ്ങളായിരിച്ചാൽ അപ്പൊ സ്ത്രീകളെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കേണ്ടവർ അത് പുരുഷന്മാരാണ്. അവരെ സാമ്പത്തികമായാലും അവരെ ശാരീരികമായ മറ്റുള്ള കാര്യങ്ങൾക്ക് ആവശ്യമുള്ള സംഗതികളാണെങ്കിൽ അവരാരോഗ്യപരമായ കാര്യം, അവരെ വിദ്യാഭ്യാസം, അവരോട് ബന്ധപ്പെട്ട എല്ലാം അത് നിർവഹിച്ചു കൊടുക്കാൻ പുരുഷന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അറിയിച്ചാലോ അപ്പൊ പെണ്ണുങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒന്നിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ അവർക്ക് നമ്മളൊരു പോക്കറ്റ് മണി നമുക്ക് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് അത് ചെറുത് കൊടുത്താൽ മതി എന്ന് പറയുന്നത്. നേരെ മറിച്ച് നമ്മളാണ് കുഴപ്പമുള്ളത്. ആണുങ്ങൾ ഞങ്ങൾക്ക് ഇത്ര വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് തേണില്ല എന്ന് പറഞ്ഞ് നമ്മളാണ് കുഴപ്പമുള്ളത്. അപ്പൊ നീതിയില്ലാന്നൊന്നും പറയാൻ പറ്റില്ല. പൂർണ്ണമായി നീതിയുള്ള ഒരു ശരീരത്തെ, അതാണ് തമ്മത്ത് കരിമത്ത് ഉറപ്പിക്ക സിംഹം വാഴതിലാന്ന് പറഞ്ഞത്. പൂർണ്ണമായ കരിമത്തുകളാണ്, അത് സാദിഖത്തായ കരിമത്തുകളാണ്, അത് ആദിലത്താവുന്ന കരിമത്തുകളാണ്. അപ്പൊ അന്നിൽക്കുള്ള ഒരു ശരീരത്തിന് റസൂലിലേക്ക് അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുമ്പുള്ള അമ്പിയാക്കന്മാരെ ശരീരത്തിൽ പോലെയല്ല. അത് ആ കാലഘട്ടത്തിൽ മാത്രം പ്രായോഗികമായി, ആ കാലഘട്ടത്തിന് ശേഷം അത് അപ്രായോഗികമാവുന്ന അതിന് നെസ്ക് ചെയ്യപ്പെടേണ്ട ശരീരത്തുകളാണ്. അതാണ് എല്ലാ അമ്പിയാക്കന്മാരുടെ ശരീരത്തിൽ പരിശോധിച്ച് നോക്കിയാൽ അത് അവരെ കാലഘട്ടത്തോടുകൂടി അതിനെ നെസ്ക് ചെയ്യപ്പെടും. അല്ലെങ്കിൽ അവരെ കാലഘട്ടത്തിന് ശേഷം കുറച്ചു കാലം നീണ്ടു. ഇപ്പൊ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീരത്തിൽ അത് ഈസ നബിന്റെ ശരീരത്തോടു കൂടി നെസ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അതല്ല, ഈസ നബിന്റെ ശരീരത്തോടു കൂടി മൂസ നബിന്റെ ശരീരത്തിൽ നെസ്ക് ചെയ്യപ്പെട്ടിട്ടില്ല. ആ രണ്ട് ശരീഅത്തും ഇവിടെ ബാഖിയത്തന്നെ ഇതുവരെ റസൂലുള്ളാഹിന്റെ ശരീഅത്ത് വരുന്നവരെ. ഏതായാലും റസൂലുള്ളാഹിന്റെ ശരീഅത്തോടു കൂടി ഈ രണ്ട് ശരീഅത്ത് നല്ല ലോകത്ത് ഏതെല്ലാം അമ്പിയാക്കന്മാരിലേക്ക് അല്ലാഹു പിന്നെ അവതരിപ്പിച്ച ശരീഅത്തുണ്ടോ ആ ശരീഅത്തിനെ മുഴുവനും എന്താക്കി ചെയ്യപ്പെടും. കാരണം അതിന്റെ പ്രായോഗികത അവസാനിച്ചു എന്നുള്ളതാണ്. അപ്പൊ എല്ലാ കാലഘട്ടത്തിലും പ്രായോഗികമായ ഒരു ശരീഅത്തിനെയാണ് റസൂലുള്ളാഹിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത്. ആ ശരീഅത്തിനെ ഇവിടെ കൈകാര്യം ചെയ്യാൻ അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ വരേണ്ട ആവശ്യമില്ല. അതാണ് ഈസ നബി തന്നെ നബിയായിട്ട് തന്നെ വരേണ്ടത്. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നബി എന്നുള്ള നിലക്കല്ല ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈസ നബി ഇവിടെ വരുന്നത്.
നബി അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീഅത്തിന്റെ അതിന്റെ ഒരു വലിയ പ്രചാരകനായിട്ടാണ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഒരു ശരീഅത്ത് ഇവിടെ വരേണ്ട ആവശ്യമില്ല. പിന്നെ നബിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ ശരീഅത്ത് അത് കാലികമായ പൂർണ്ണമായ ഒരു നിലക്കുള്ളതായ അപാകതയില്ലാത്ത എല്ലാ കാലഘട്ടത്തിലും യോജിക്കണം ഒരു ശരീഅത്താണ് നബിയിലേക്ക് അവതരിപ്പിക്കുന്നത്. ആ ശരീഅത്ത് നമ്മുടെ കൈകാര്യം ചെയ്യേണ്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൻ്റെതായ പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാർ ഈ ശരീഅത്തിനെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും ആ ശരീഅത്തിനെ അവർ ദഅവത്ത് ചെയ്യുമ്പോൾ അവരുടെ ദഅവത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിലും എന്ത് വേണം? അമ്പിയാക്കന്മാരുമായുള്ള ഒരു അലാഖത്ത്, അത് ഏതെങ്കിലും നിലക്കുള്ള അലാഖത്ത് പോലെ ഒത്തീതത്താവുന്ന ശക്തമാവുന്ന ഒരു ബന്ധം അമ്പിയാക്കന്മാരുമായിട്ട്. ആ അലാഖത്തിനെ എങ്ങനെയാണ് പണ്ഡിതന്മാർക്ക് ഉണ്ടാക്കി തീർക്കാൻ കഴിയുന്നത്? അതാണ് മുൻഗാമികളാവുന്നതായ നമ്മളെ പണ്ഡിതന്മാരിൽ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ സഹാബത്തിലെ ആ ഒരു ബന്ധം മനസ്സിലായിട്ടുണ്ട്. നുബുവത്തോടുള്ള ബന്ധമല്ല, അവരുടെ സഹാബത്തിന് ഇമാരാവുക എന്നുള്ളതല്ല, നബിയിൽ നിന്ന് വിലായത്തിൽ അവർ ഇസ്തിഗ്ഫാർ. അപ്പൊ പൂർണ്ണമായിട്ടും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരായിട്ടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത്. അതിനുശേഷമുള്ള താബിഈങ്ങളാണെങ്കിലും താബിഈങ്ങൾ മദ്ഹബിന്റെ ഇമാമിങ്ങൾ പരിശോധിച്ചു. മഹാനാവുന്ന ഇമാം മാലിക് തങ്ങളാണെങ്കിൽ, ഇമാം അബൂ ഹനീഫ തങ്ങളാണെങ്കിൽ, ഇമാം ഷാഫി തങ്ങളാണെങ്കിൽ, ഇമാം അഹ്മദൊക്കെ വലിയ മുത്തഖീങ്ങളും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരായിരുന്നു. അപ്പൊ ഇവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധമാവുന്ന ഇൽമിന്റെ വാഹകരായി കൂടെ ജീവിച്ചു. അവര് പിന്നെ ഇമാം ഷാഫി തങ്ങൾ തന്നെ അവർ ഈ മദ്ഹബ് അത് ഇത്രമാത്രം ലോകത്തത് പ്രചരിച്ചു, അത് ജനങ്ങള് അതിനെ സ്വീകരിച്ചു. ഇങ്ങനെ എല്ലാ മദ്ഹബുകളെ പരിശോധിച്ച് നോക്കിയാലും ആ മദ്ഹബുകൾക്കുള്ള സ്വീകാര്യത നമ്മൾ പരിശോധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ട് റസൂലിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ആ അഹ്കാമുകൾ അവർ പുറത്തു കൊണ്ടുവരികയാണ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ അവര് എന്തെങ്കിലും മസലകൾ കണ്ടുപിടിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ പൂർണ്ണമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനൊന്നും വിട്ടുവച്ചിട്ടില്ല. അതിൽ എല്ലാ അഹ്കാമുകളും റസൂലിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ മസായിലുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ജിബ്രീൽ ഓതി കൊടുത്തത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ആയത്ത്, അതുകൊണ്ടാണ് ഞാൻ ആത്മാവ് കൊണ്ടാണ് നബി സ്വീകരിച്ചത് എന്ന് പറഞ്ഞത്. ഒരു ആയത്ത് ഓതി കേൾപ്പിക്കപ്പോൾ ആ ആയത്ത് മാത്രമല്ല കേൾപ്പിക്കപ്പെടുന്നത്, ആ ആയത്തിനോട് ബന്ധപ്പെട്ടതായ അതിൻ്റെ ഓരോ ഹുറൂഫുകളോട് ബന്ധപ്പെട്ടതായ ബഅസുകളെ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് കേൾപ്പിക്കപ്പെട്ടു. ഈ ബാഗ് എന്തിനൊക്കെ വരും? ഈ ബാഗ് ഇൻസാഫിന്റെ ബാഗാണോ അല്ലാത്ത ബാഗ് റസൂലുള്ളാഹി കേൾപ്പിക്കപ്പെടുകയാണ്. വംസഹൂദുള്ള വാവിനെ പറ്റിയുള്ള ബഅസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കേൾപ്പിക്കപ്പെടുകയാണ്. ഈ ഇംസഹു എന്നുള്ളത് അംറു ഫീലാണ്, അതിനോടുള്ള ബഅസുകൾ നബിക്ക് കേൾപ്പിക്കപ്പെടുകയാണ്. എന്നിട്ട് അത് മാത്രമല്ല കേൾപ്പിക്കപ്പെട്ടത്, ഈ ആയത്തിനോട് ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് പറയുന്ന അഹാദീസുകളും ആ സമയത്ത് നബിക്ക് കേൾപ്പിക്കപ്പെടുകയാണ്. അപ്പൊ ഒരു ആയത്ത് മാത്രമല്ല നബി കേൾക്കുന്നത്. ആയത്ത് കേൾപ്പിക്കപ്പെടുമ്പോൾ ആ ആയത്തിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്യപ്പെടുന്ന ഹുക്മുകളെ, അഥവാ പിന്നീട് മുജ്തഹിദീങ്ങളാവുന്ന അയിമ്മത്ത് പിന്നീട് ഇദ്ഹാർ ചെയ്യുന്ന ഹുക്മുകൾ, അയിമ്മത്ത് ഹുക്മുകൾ ഉണ്ടാക്കിയതല്ല, അയിമ്മത്ത് പിന്നീട് റസൂലിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ആ അഹ്കാമുകൾ അവർ ഇദ്ഹാർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഹുക്മുകളെ മുഴുവനും ആ മസായികളെ മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കേൾപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് നബി ധൃതി കൂട്ടിയത് പറഞ്ഞത്. ആദ്യം വഹയിന്റെ ആദ്യ ഘട്ടത്തിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ ധൃതി കൂട്ടി. കാരണം പലതുമാണ് കേൾക്കുന്നത്, ഇതൊന്നും വിട്ടുപോകാൻ പാടില്ല. അപ്പോഴാണ് പറഞ്ഞത് തങ്ങൾ ധൃതി കൂട്ടിക്കൊണ്ട് നാവാനൊന്നും വേണ്ട. ഇതിന്റെ അവതരണ ശൈലി പ്രത്യേക ഒരു ശൈലിയാണ്.
കേൾക്കുമ്പോൾ ഒരു ശബ്ദം മാത്രമല്ല നബി കേൾക്കണം, ഒരുപാട് വിഷയങ്ങൾ കേൾക്കണം. ഒരു നിമിഷത്തിൽ തന്നെ ഒരു ആയത്ത് അവതരിപ്പിക്കപ്പെടുമ്പോൾ ആയത്തിനോട് ബന്ധപ്പെട്ട എല്ലാം ആ നിമിഷത്തിൽ തന്നെ അവതരിപ്പിക്കപ്പെടും. അതാണ് അല്യോമാക്കും ദീനക്കുന്ന ദീനിൽ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അല്ലാഹു അവതരിപ്പിക്കാതെ അവിടെ ബാക്കി വെച്ചിട്ടില്ല. പിന്നെ ആരെങ്കിലും മുജ്തഹിദീകളായ അയിമത്ത് എന്തെങ്കിലും കടത്തി കൂട്ടിയതല്ല. ആ സംഗതിനെ മുജ്തഹിദീകളാവുന്ന അയിമത്ത് മനസ്സിലാക്കേണ്ട പല രൂപങ്ങളുണ്ട്. അതാണ് അതിനോട് ബന്ധപ്പെട്ട ബാഗ് എന്ത് ചില ആളുകൾ ബാഗ് ഇൻസാഖിന്റെ ഭാഗം. അപ്പൊ ബാഗ് എന്ത് ഭാഗമെന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ച നടക്കുമ്പോൾ അതനുസരിച്ച് ഹുക്മുകളിൽ വ്യത്യാസപ്പെടും. അതൊക്കെ മഹാന്മാരാവുന്ന അയിമത്ത് അതിൽ നിന്ന് അവർ പിന്നീട് തർജീഹ് ചെയ്തു. ഷാഫി ഇമാം തങ്ങൾ തർജീഹ് ചെയ്ത് വേറെ രൂപത്തിൽ അബൂ ഹനീഫ ഇതൊക്കെ നബിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് തന്നെയാണ്. അപ്പൊ ആ നിലക്ക് അവതരിപ്പിക്കപ്പെടുമ്പോൾ അടുത്ത് പഠിച്ചല്ലോ. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ വിശുദ്ധമായ ശരീഅത്ത്, ആ ശരീഅത്തിന്റെ അതിന്റെ ഉലൂമിന്റെ വാഹകരാണ് നമ്മളതിന്റെ വാഹകരാകണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ അമ്പിയാക്കന്മാരിൽ നിന്നും ഇസ്തിഫാദ ചെയ്യപ്പെടുന്ന ആ വിലായത്തിന്റെ സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടാവണം. അതായത് ഇസ്തിഖാമത്തോടു കൂടി നമ്മൾ ജീവിക്കണം. പക്ഷേ ഇസ്തിഖാമത്ത് ഇസ്തഖീമു വലൻ തുതീഖൂന അൽ ഇസ്തിഖാമത്തു ദറജത്തുൻ ലൻ യുതീഖഹാ ഇല്ലൽ അകാബിർ. അത് പ്രത്യേക ഒരു പദവിയാണ്. അത് അതിന്റെ പൂർണ്ണ രൂപത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല. ഇസ്തിഖാമത്ത് എത്രമാത്രം ഉണ്ടാക്കിയിട്ടാണ് അനുസരിച്ചായിരിക്കും ഈമാൻ എന്താവുക, അത് വികസിക്കുക. അൽ ഈമാൻ യസീദു വയൻഖുസു എന്നാണ് മഹാന്മാരാവുന്ന ഈമാനിന്റെ പക്ഷം. ഈമാൻ അത് വളരെ വളരെ അഭിപ്രായ വ്യത്യാസം. ചില ആളുകൾ പറയുന്നത് ഈമാൻ വളരില്ല, ഈമാൻ ചുരുങ്ങും ചെയ്യൂല. ഈമാൻ അത് വളരും ചെയ്യൂല, അത് വളരും ചുരുങ്ങും ചെയ്യുമെന്ന് പറഞ്ഞ വളരും ചുരുങ്ങൂല എന്ന് പറയാൻ പല അഭിപ്രായക്കാരും. പക്ഷേ മഹാനാവുന്ന ഇമാം ഷാഫിഈ തങ്ങൾക്കുള്ള അഭിപ്രായം ഈമാൻ അത് വളരുന്ന ആ അഭിപ്രായം തന്നെയാണ് മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങൾക്കുള്ളത്. അതുകൊണ്ടാണ് മുപ്പത് കിതാബുൽ ഈമാന്റെ ആ ബാബു വന്ന് അതിന് ഈമാൻ വളരും എന്നതിനെ സ്ഥാപിച്ചുകൊണ്ടാണ് മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങൾ അവിടെ ആയാത്തുകളും ഹദീസുകളൊക്കെ നിധിയിലായി കൊണ്ടുകൊണ്ടത്. അപ്പൊ നമ്മളെ ഈമാനെ നമുക്ക് വളർത്തി ആ ഈമാനെ ടെക്നോളജി ആക്കിക്കൊണ്ട് അത് ഉപയോഗിച്ചവരാണ് മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ അമ്പിയാ, അല്ലാഹുവിന്റെ ഔലിയാ. ആ ഒരു അവസ്ഥയിലെത്താൻ നമുക്ക് കഴിയില്ല. അതാണ് ഇസ്തഖീമു വലൻ തുതീഖൂ.
മഹാന്മാരിൽ ഈ നിലക്കുള്ള അവർക്കുള്ള ഈ ഇലാഹിയായ മാധ്യമങ്ങളെ കൊണ്ട് അവർക്ക് ആവശ്യമുള്ള എന്ത് സംഗതികളും കാണാനും കേൾക്കാനൊക്കെ ഉള്ള അവസ്ഥയിൽ അവർ എത്തിയത് അവരിൽ ഇസ്തിഖാമത്തുണ്ടാകും. റസൂൽ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഭൂമി മുഴുവനും എനിക്ക് ചുറ്റിപ്പെട്ടു എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള എല്ലാ രഹസ്യങ്ങളും എല്ലാ വിഷയങ്ങളും അത് ആവശ്യമുള്ള സമയത്ത് അതിന് നോക്കി മനസ്സിലാക്കാനുള്ള പ്രത്യേകമാവുന്നതായ ഒരു ഞങ്ങൾക്ക് നൽകാൻ പറ്റും. അത് ഞങ്ങൾ ഈമാൻ വികസിച്ച് സംശയം ഉണ്ടാവും. എന്നാൽ ആയിഷാന്റെ മാല പോയില്ലേ, അപ്പൊ ആ മാല പോയപ്പോൾ മാലുള്ള സ്ഥലം നോക്കി പറഞ്ഞു കൊടുത്താൽ പോലെ അത് നോക്കി പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല എന്നല്ല, അത് മാല എവിടെയുള്ളത് എന്നുള്ളത് ഞാൻ ആ ഹദീസ് ഒന്നും കുട്ടികളോട് പറയുന്നുണ്ട്. അങ്ങനെ സംശയിക്കണ്ട. കാരണം മാല എവിടെയുള്ളത് നോക്കി പറയാൻ റസൂലുള്ളാഹിക്ക് കഴിയും. അത് തൊയ്യത്തിലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. പക്ഷേ അവിടെ ആ മാല എവിടെയുള്ളത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ സംഭവമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പതിവ്. എന്താ പതിവ്? ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ റസൂൽ പറയും, ഒമൻ അറാദ മിൻകും അയ്യസ്തഅജില ഫലയസ്തഅജിൽ, വേഗം പോകണോന്നൊക്കെ വേഗം പോയിക്കൊള്ളിടൂ. അങ്ങനെയല്ലേ, നമുക്കൊരു പണി കഴിഞ്ഞാൽ വേഗം തരീഖത്തെത്തണം എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലായി. ഇതൊരു മനഃശാസ്ത്രമാണ്. അപ്പൊ അത് റസൂൽ മനസ്സിലാക്കിയിട്ട് സഹാബത്തിനോട് പറയും, ഒമൻ അറാദ മിൻകും അയ്യസ്തഅജില ഫലയസ്തഅജിൽ, അതായത് പോണ്ടവരൊക്കെ വേഗം പോയി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സും പണി കഴിഞ്ഞാൽ വേഗം എത്തേണ്ട സ്ഥലത്തേക്ക് എത്തണം. സഹാബത്തും മനുഷ്യന്മാരല്ലേ, അവർക്കും അങ്ങനെ തന്നെ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സഹാബത്തിനോട് പിന്നെ അത് പറഞ്ഞു അവരവിടെ വിശ്രമിക്കണ സമയത്താണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മാല പോയ പ്രശ്നം. അവൻ മാല പോയത് എവിടെയെന്നുള്ളത് നോക്കി പറയാൻ റസൂലുള്ളാഹിക്ക് കഴിയും. റസൂൽ അത് പറഞ്ഞില്ല. കാരണം അവിടെ വെച്ചുകൊണ്ട് പ്രത്യേകമാവുന്ന ഒരു സംഭവം നടക്കാൻ പോവാണ് ഈ സ്ഥലത്ത് വെച്ച്. ആ സംഭവം അവിടെ നടക്കുമ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം ഒരു പ്രത്യേക സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് പണി കൊടുത്തു. എന്താ പണി എന്ന് പറഞ്ഞാൽ, ആയിഷന്റെ മാല പോയി കുട്ടികളൊക്കെ തെരഞ്ഞെടുക്കുന്നു. അപ്പൊ എല്ലാരും പോയിട്ട് മാല തയ്യാറാക്കി. അപ്പൊ മാല തെരഞ്ഞ പണി അപ്പൊ മാല തെരഞ്ഞുകൊണ്ട് അതിന് ഷുഗരായി എല്ലാവരും. അവിടുത്തെ എല്ലാവരും പോവാതെ അവിടുത്തെ. അപ്പോഴാണ് തയമ്മത്തിന്റെ ആയത്തിൽ അവിടുന്നാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പൊ തയമ്മത്തിന്റെ ആയത്ത് അവതരിപ്പിക്കപ്പെടാൻ വേണ്ടിയാണ് അവിടെ യഥാർത്ഥത്തിൽ അവിടെ ഹദീസിൽ പറയുന്നുണ്ടല്ലോ, ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് വന്ന് എടീ എന്ത് പണി ചെയ്ത്? ഹബസ്തി റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലിനെയും അസ്ഹാബിനെയും ഇവിടെ ഹബസിയത്തിൽ വലൈസു അലാ മാ വലൈസ മഅഹും മാ, അവരെ കൈവശം വെള്ളമുള്ള സ്ഥലത്തുമില്ല. ഇപ്പൊ ഒന്നുണ്ടാക്കാൻ നിസ്കാരത്തിന് സമയം കടന്നാൽ എന്താ ചെയ്യാം? അവൻ നിസ്കാരത്തിന് സമയം കടന്നാൽ വെള്ളമില്ലാത്ത സ്ഥലത്ത് കൈവശം വെള്ളമില്ലെങ്കിൽ എന്താ ചെയ്യാം? അവിടെയാണ് ആയത്ത് തയമ്മം ഇറങ്ങാനുള്ളത്. അതുകൊണ്ടാണ് നബി അവിടെ താമസിപ്പിച്ചത്. അല്ലാതെ നബിക്ക് അത് പറയാൻ കഴിയാത്തതുകൊണ്ടല്ല. കാരണം ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നത് പോലെ അമ്പിയാക്കന്മാർ കാണുന്നതല്ല നമ്മളെ വിശ്വാസം. കാണുന്നതെല്ലാം കാണാം, പക്ഷെ കാണുന്നത് അത് കാണാൻ ആവശ്യമാവുന്ന അതിന്റെ മാധ്യമങ്ങൾ ഉപയോഗിച്ച് അസ്ബാബുകൾ ഉപയോഗിച്ചിട്ടാണ് അമ്പിയാക്കന്മാർ കാണുന്നത്. നമ്മളും കാണുന്ന മാനിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മാധ്യമങ്ങളല്ല അവർ ഉപയോഗിക്കുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന അസ്ബാബുകളല്ല. അപ്പൊ അസ്ബാബുകൾ ഉപയോഗിച്ചുകൊണ്ട് അതല്ല റസൂൽ പറയും, എന്ന് പറഞ്ഞല്ലോ, നിങ്ങളെ പിന്നെ നിങ്ങൾക്ക് കാണാൻ, നിങ്ങൾ പിന്നെ പോയി കാണാമെന്ന് മാത്രമല്ല ഇതിന്റെ അർത്ഥം. ഞാൻ ഈ നോക്കുന്ന സാധാരണ കണ്ണിന്റെ മുന്നിൽ നിങ്ങൾ ആവണമെന്നില്ല, നിങ്ങൾ എവിടെ ആയാലും എനിക്ക് കാണാൻ കഴിയുന്നതാണ് ആ വാക്കിന്റെ അർത്ഥം. ഇനി എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ആ വിഷയത്തിലേക്ക് ഈ അവസരത്തിൽ കിടക്കുകയല്ല. അപ്പൊ ഏതായാലും അവരൊക്കെ അവർക്കുള്ള വിശുദ്ധമായ ഈമാൻ അവര് വികസിപ്പിച്ചെടുത്തു.
അവരിൽ ഇസ്തിഖാമത്തിന്റെ പൂർണ്ണമായ രൂപങ്ങൾ അവരിലുണ്ടായി. ആ ഇസ്തിഖാമത്തുള്ളവർക്ക് മാത്രമേ യഥാർത്ഥമായിട്ട് വിശുദ്ധമാവുന്ന അമ്പിയാക്കന്മാരുടെ അന്തരവാസികളാകാൻ സാധിക്കും. അപ്പൊ നമ്മളോട് ഇസ്തിഖാമോ വലം ഇസ്തിഖാമത്തിന് ഉണ്ടാക്കണം, പക്ഷെ കഴിയൂല എന്ന് പറഞ്ഞാൽ കയ്യാറിയാതിന് ഉണ്ടാക്കണം എന്ന് പറയും. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഇസ്തിഖാമോ വലം എന്ന് പറഞ്ഞാൽ കഴിയണത്ര ഇസ്തിഖാമത്തിന് ഉണ്ടാക്കണം. അപ്പൊ നമ്മള് നമ്മളെന്താവണം? ജനങ്ങൾ നമ്മളെ മാതൃകയാക്കണം. അപ്പൊ നമ്മളെ ഇബാദത്തുകളും നമ്മളെ പെരുമാറ്റങ്ങളും നമ്മളെ സ്വഭാവങ്ങളൊക്കെ എന്താവണം? അതതിൻ്റെ പൂർണ്ണമായ സംഗതികളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോ എങ്കിലും കൈ ഒരുവട്ടം കെക്കിയാലും മതി, കുഴപ്പമൊന്നുമില്ല, മനസ്സിലായില്ലേ? അള്ളാഹിനോട് ചോദിച്ചപ്പോ പറയാം ഒരുവട്ടം കെക്കാനും പറഞ്ഞു, അങ്ങോട്ടും ചോദിച്ചാലും ഒരുവട്ടം കെക്കി ചോദിച്ചു. അപ്പൊ അവിടെ പറയാൻ ഉത്തരണ്ടോ എന്നുള്ളതല്ല, അത് എല്ലുമ്പോ ഫാത്തിഹ മാത്രം മതി ഒരാൾ നിൽക്കുക. നിസ്കാരം ചെയ്യും, സൂറത്ത് ഓതിയില്ല, ആയിരത്തി സൂറത്ത് ഓതിയില്ല, തസ്ബീഹ് ഒന്നും ചെല്ലില്ല എന്നൊക്കെ ഒരു കുഴപ്പമില്ല. അവിടെ പോയി കൃത്യം മതി, തുമയത്തിണ്ടായ മതി, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ അതല്ല, മുമ്പ് പിന്നെ നന്ദിരാജ് കോളേജിൽ നമ്മളെ മരിച്ച അബ്ദുറഹ്മാൻ മൂപ്പര് ഖിറാഅത്തിന് വരുമ്പോൾ, മൂപ്പര് ഖിറാഅത്തൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ ഒരു പരിപാടി, മൂപ്പർക്കൊരു എന്താണ് യാത്രയപ്പോൾ. അപ്പൊ അവിടെ കുട്ടികളെല്ലാം കൂടി ഒരു ചീർണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ മൂപ്പര് ഖിറാഅത്തിന്റെ ആ എല്ലാ ശൈലിയിലൊന്നും, അപ്പൊ മാലിക്കിയോമിദ്ദീൻ, മലക്കയോമിദ്ദീൻ, മലിക്കിയോമിദ്ദീൻ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പോകുമ്പോഴേ അവിടെ സാധാരണക്കാരായ ചില ആളുകളുണ്ടാവും. മാമാജി ഇടിച്ചു പറഞ്ഞു. ഇപ്പൊ നമ്മൾക്ക് മനസ്സിലായി എങ്ങനെ ഒന്നിനും കേൾക്കൂല. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇരിക്കുമ്പോഴിപ്പോ നമ്മള് തസ്ബീഹ് ഒന്നും ചെല്ലില്ല, കാരണം ചെയ്യ പോലും അതിന്റെ അടിയിലുള്ള ഇരുത്തത്തിൽ ചെല്ലണം. ഫർദ് ചെയ്യണം, പക്ഷെ നമ്മളിത് ചെയ്യാതെ നമ്മൾ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ ഒന്നുവാണെങ്കിലും നമ്മളതിന്റെ പൂർണ്ണമായ രൂപത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ജനങ്ങൾ അത് കണ്ടിട്ട് അത് അവരുടെ ജീവിതത്തിന് പകർത്തുന്നവരാണ്. ഒരു ആലിം എന്ന് പറഞ്ഞാൽ അവൻ ഒരു മുഖ്തദാബിയായ ആളായിട്ടാണ് ജനങ്ങൾ മനസ്സിലാക്കി. അപ്പൊ നമ്മളെ ഇബാദത്തുകൾക്കായിട്ട് അക്കമലായ രൂപത്തിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നമ്മൾ ഇബാദത്തുകളുടെ കാര്യത്തിലുള്ള ഒരു മടിയുണ്ട്. എല്ലാം ഇതിനു മുമ്പ് നിൽക്കാൻ മതിയത്. പിന്നെ അതായത് പറയാൻ ഓരോ കാലത്ത് കിട്ടിയാലും മതി എന്നൊക്കെ അല്ലേ. മുഴത്തമതായ പ്രകാരം പിന്നെ ഒരു ബയല് കിട്ടിയാലും മതിയല്ലോ, എല്ലാം കൂടി തന്നെ കിട്ടണമെന്നില്ലല്ലോ. ഇത് ഉസൂലികളിൽ മുഖാദിന്റെ അടിയിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അതിമേൽ നമുക്ക് മുടിച്ചു തൂക്കാലോ. അപ്പൊ നമുക്ക് റക്കാലത്ത് കിട്ടിയാലും അതായി. പക്ഷെ നിസ്കാരത്തിനെ അന്ന് നമുക്ക് ആഖിർ വഖ്തിലേക്ക് പിന്തിരിച്ചുകൊണ്ടുപോകുമ്പോൾ നിസ്കാരത്തിന്റെ വക്തുകളുടെ കൂടത്തിൽ അഫാദീലത്തിന്റെ വക്ത്, അവ്വൽ വക്ത്, ഇഖ്തിയാറിന്റെ വക്ത്, ഖറാഅത്തിന്റെ വക്ത്, ഹറാമിന്റെ വക്ത്, ഇതൊക്കെ പറഞ്ഞ വക്തുകൾ ഉണ്ടാവും. അപ്പൊ അതും കൂടി നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ അയ്യുൽ അഅ്മാലി അഫ്ളു ചോദിച്ചപ്പോൾ അസ്സലാത്തു അവ്വലി വഖ്തിഹാ. അപ്പൊ നിസ്കാരത്തിന് അതിന്റെ ആദ്യ സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് നമ്മളെ ഉദാസീനത ഉണ്ടാവാൻ നമ്മളെ നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കപ്പെടുമ്പോൾ അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ ചെയ്യണം. കാരണം നമ്മളെ കണ്ട് അതേമാതിരി ചെയ്യുന്നതായ ആളുകളുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ജനങ്ങൾക്ക് മാതൃകയാക്കപ്പെടാൻ പറ്റുന്ന രൂപത്തിലുള്ള ആളുകൾ നമ്മളാവണം. ഇതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന പണ്ഡിതന്മാർക്ക് ഉണ്ടാവേണ്ട സ്വഭാവങ്ങൾ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയങ്ങളോ ആദർശങ്ങളോ ഒക്കെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ നമ്മൾ അറിവുണ്ടാവുക എന്നുള്ളത് കുറെ ഉണ്ടായിട്ടുള്ള കാര്യമില്ല. അറിവുണ്ടാവണം. അത് ആ അറിവ് യഥാർത്ഥത്തിൽ അമ്പിയാക്കന്മാരിലേക്ക് ചെന്ന് മുട്ടുന്ന ഇൽമാവണം. നമ്മളെ
ആ ഇൽമ ആവണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി ആലിമിനുണ്ടാവേണ്ട ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവണം. അല്ലാഞ്ഞാൽ നമ്മളിപ്പോൾ ദർശ നടത്തി എനിക്ക് റസൂലിലേക്ക് ഇത്തിസാലിച്ചിയുടെ ഇൽമ എന്ന് പറയാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ആ സ്വഭാവ ഗുണങ്ങൾ എന്നിലുണ്ടാവണം. അല്ല ഞാൻ റസൂലിലേക്ക് ഇത്തിസാലിച്ചിയുടെ ഒരു ഇൽമാണ് മറിച്ചതുമുള്ള ഇൽമാണ് നമ്മളെ എടുത്തുള്ള ഇൽമ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൽമിനെ നമ്മൾ ഭൗതികമാവുന്ന താല്പര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയാണ്. ആ നിലയ്ക്ക് ഇൽമ പഠിച്ചാൽ അവർക്ക് സുഖത്തിന്റെ വാസന പോലും അവർക്ക് ആസ്വദിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ഭൗതികമാവുന്ന താല്പര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടിട്ട് ഇൽമ പഠിച്ചുകൊണ്ടിട്ട് ആര്യമായി പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി അല്ലാതെ ഇഖ്ലാസോടുകൂടി അല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്തു പോയാൽ ദുനിയാവിയായ ഗുണങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് കിട്ടുന്ന ശമ്പളം കിട്ടിയത് വരും, മറ്റുള്ള ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച അങ്ങനെയല്ലേ. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ഇലാ ഇംറാഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. അപ്പൊ ഏതൊരു മനുഷ്യനും അവന്റെ ഉദ്ദേശങ്ങൾ ഏതനുസരിച്ചാണോ ആ ഉദ്ദേശങ്ങൾ അനുസരിച്ചൊക്കെ മാനവാനാണ്. അപ്പൊ നെയ്യത്ത് എങ്ങനെ ഉണ്ടോ അതനുസരിച്ചൊക്കെയാണ് ഈ അവിടെ ദുന്യാവ് മാത്രം നമുക്ക് രക്ഷപ്പെട്ടു പോയാൽ പോലെ ആഹാരവും രക്ഷപ്പെട്ടു പോകണം. അതിനനുസരിച്ച് നമ്മൾ പണ്ഡിതന്മാര് നമ്മളെ വിശ്വാസപരമായ കാര്യങ്ങൾ, നമ്മളെ കർമ്മപരമായ കാര്യങ്ങൾ, നമ്മളെ ആചാരങ്ങൾ, നമുക്കുള്ളതായ വസ്ത്രധാരണം തുടങ്ങി എല്ലാത്തിലും ആ നിലക്കുള്ള വ്യത്യാസങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടാവണം. ഒരു ആലിമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കപ്പെടുന്ന നിലക്കുള്ള എല്ലാ സ്വഭാവ ഗുണങ്ങളും നമ്മുടെ ആലിമ്യങ്ങളിൽ ഉണ്ടാവണം. ആളുകൾ തെറ്റിദ്ധരിക്കുന്നതായ സ്വഭാവങ്ങളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി ഒഴിഞ്ഞിരിക്കുമാണ്. അങ്ങനെയാണ് ജനങ്ങൾക്ക് നമ്മളെ പറ്റി എന്തുണ്ടാവരുത്, അയാൾ അങ്ങനെ ചെയ്തോന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ആ നിലക്ക് വളർത്തിയെടുക്കപ്പെട്ട ഒരു സംഘടനയാണ് ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ നിലക്ക് ആ സ്വഭാവമുള്ളവർ വളർത്തിയെടുക്കുന്ന സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അപ്പൊ അത് ഇവിടെ 100 വർഷത്തെ 100 വർഷം കഴിഞ്ഞു. ആ 100-ാം വർഷം കഴിഞ്ഞ് വരാൻ പോകുന്നത് 2026 നമുക്ക് അറിയാം. പുരിയിൽ വെച്ച് കൊണ്ടിട്ട് കാസർഗോഡിനടുത്ത് ഫെബ്രുവരി ആദ്യത്തിൽ അതൊരു സംഭവ ചരിത്രമായി കൊണ്ട് മാറ്റാൻ സാധിക്കണം. അപ്പൊ ആ നിലക്ക് നമ്മൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നമ്മളിൽ നിന്നുണ്ടാവണം. പിന്നെ ഒരു സംഘടന വളർന്ന് വലുതാവുമ്പോൾ പലപ്പോഴും അതിനോട് അസൂയുള്ളവർ ദേഷ്യമുള്ളവരൊക്കെ ഉണ്ടാവും. പല നിലക്കും അതിനെ നശിപ്പിക്കാനും അല്ലെങ്കിൽ അതിനെ ജനങ്ങളുടെ തരം താഴ്ത്താനൊക്കെ ശ്രമിച്ചെന്ന് വരും. അത് സ്വാഭാവികമാണ്. അപ്പൊ അതൊക്കെ തള്ളപ്പെടേണ്ടതായ ചില അപശബ്ദങ്ങളാണ്. അപ്പൊ ആ ശബ്ദങ്ങളിലേക്കൊന്നും നമ്മൾ ഒരിക്കലും പോകണം. നമ്മൾ പോണ റൂട്ടിൽ മുജാഹിദുകളെ ഒരു മാസിക മുർഷിദ്, ആ മുർഷിദിന് തെഹ്നിയത്തായിട്ട് മൗലവി എന്തായാലും മുഹമ്മദ് മീര എന്ന് പറഞ്ഞു, അബൂലീല ഒരു വലിയ ഷായർ. മൂപ്പർ പറഞ്ഞു ഈ പത്രത്തിനോട് അഭിമുഖമായി പറയണം, അപ്പൊ അതിന് എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് അപ്പൊ ആര് ഞാൻ ശബ്ദിച്ചാൽ എന്റെ വൈക്കോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കുഴക്കട്ടെ, എന്തായാലും നീ പോണ വൈക്ക് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ മാസികൾക്ക് തെളിഞ്ഞെന്ന് പറയുന്നത് മൗലവി. അപ്പൊ എന്നതുപോലെ നമുക്ക് പല അപശബ്ദങ്ങളും പല ഭാഗത്തും പറ്റും ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടേ ആ ശബ്ദങ്ങൾക്കൊന്നും ഒരു വിലയില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവിടെ അതിൽ നിന്നും അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് യഥാർത്ഥ അതിൻ്റെ മഹാന്മാരാവുന്ന മശായിഖന്മാര് എങ്ങനെയൊക്കെയാണോ അതിനെ ഇവിടെ അവർ നേതൃത്വം നൽകി കൊണ്ടുപോയിട്ടുള്ളത് ആ രൂപത്തിൽ കൂടി തന്നെ അതിന് യാതൊരു നിലക്കുള്ള വ്യത്യാസവും ഉണ്ടായിട്ടില്ല.
സുന്നത്ത് ജമാഅത്ത് അതിൻ്റെ ആദർശത്തിൻ്റെ അതിനെ ശക്തിപ്പെടുത്തലാണ് ഒരു ലക്ഷ്യം. പല ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ പല ലക്ഷ്യങ്ങൾ പലതുണ്ടാവുന്ന പറയാത്ത എല്ലാ ലക്ഷ്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ലക്ഷ്യങ്ങളിൽ പെട്ടത് തന്നെയാണ് ഇപ്പോഴത്തെ മതസൗഹാർദ്ദം ഉണ്ടാവണം, മനുഷ്യന്മാർ തമ്മിലുള്ള സൗഹാർദ്ദം ഉണ്ടാവണം, വിദ്യാഭ്യാസപരമായി അത് എല്ലാ വിദ്യാഭ്യാസവും ആവശ്യമാവുന്ന ഭൗതിക വിദ്യാഭ്യാസം ആവശ്യമാണെങ്കിൽ അതനുസരിച്ചൊക്കെയുള്ള പ്രവർത്തനങ്ങൾ വേണം. ഇതൊക്കെ സമസ്തകളുടെ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം, ഈ രാജ്യത്തിൻ്റെ ഗുണത്തിന് വേണ്ടി പ്രവർത്തിക്കണം, ഈ രാജ്യത്തിൻ്റെ പിന്നെ ഐക്യത്തിന് എതിരാവുന്ന ഉണ്ടാവാം. അതൊക്കെ സമസ്തകളുടെ ജമീയത്തുലമയുടെ നിയമ അതിൻ്റെ ഭരണഘടനകളിൽ തന്നെയാണ്. അപ്പൊ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആശയം ഉണ്ടായിട്ടില്ലേ, ഇവിടെ മറ്റുള്ളതൊക്കെ മോമിനായി നിൽക്കണമല്ലോ, അതാണ് ആദർശം എന്ന് പറയുന്നത്. അപ്പൊ ആദർശം ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. അപ്പൊ ആദർശത്തിന് ഇവിടെ വലിയ ആദർശത്തിന് വേണ്ടി ഒരുപാട് ക്യാമ്പുകൾ, ഒരുപാട് അതിൻ്റെ സമ്മേളനങ്ങളൊക്കെ നമ്മൾ നടത്തി. ഇപ്പൊ മുഅല്ലിമീങ്ങളും ആദർശ ഞാൻ ഇന്നലെ ഉദ്ഘാടനം ചെയ്തില്ലേ, ഞാൻ ഇവിടെ 15-ാം തീയതി വരക്കിൽ വെച്ചിട്ട് മണ്ണെന്ന് വെച്ചോ. ജൂണിലേക്ക് അപ്പോഴാണല്ലേ കുറച്ച് മഴ ഉണ്ടാവും. പിന്നെ ആദർശം പറയുമ്പോൾ അതിൻ്റെ ചൂട് പാടില്ല. അപ്പൊ അതുകൊണ്ട് ഞാനെന്നാലും 15-ാം തീയതി കഴിഞ്ഞപ്പോന്ന് വിചാരിച്ചത്. അപ്പൊ ആദർശം നമ്മളും നടത്തുന്നത് ആദർശം ഒരു വിലപ്പെട്ട ആദർശം മനസ്സിലാവാത്തതുകൊണ്ടാണ്. ആദർശത്താകുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലായില്ല, നമ്മളെ പേടിക്കണം. മുജാഹിദ് വന്ന് പറയുമ്പോൾ വൈദ്യശേഖ കാക്കണം, അല്ലെങ്കിൽ വൈദ്യശേഖ കാണും കേൾക്കുന്നു, വല്ല നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വായുകളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ശരിക്കും നമുക്ക് സംശയം തോന്നുന്നതാണ്. ഇതെന്താ ഇയാൾ ഈ പറഞ്ഞത്, വല്ലോടത്തും വിളിച്ചാൽ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളെ കൽപ്പക എന്താന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ എല്ലാവരുടെ കൽപ്പനകളും കാണാൻ പറ്റുമോ മനസ്സിലായി. ഈമാനെ വളർത്തിയെടുത്താൽ അത് നമ്മൾ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ മൂപ്പര് എങ്ങനെയെങ്കിലും കാണുന്നല്ല പറയുന്നത്, അത് കാണാനുള്ള നമ്മൾ കാണില്ല. ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് കാണാനോ അല്ലെങ്കിൽ മറ്റുള്ളത് കാണാനൊക്കെ അല്ലെങ്കിൽ നമ്മളെ വായിക്കുന്ന ആളുകൾക്കൊക്കെ കഴിയുമല്ലോ. കാരണം അതിൻ്റെതായ അതിൻ്റെ മാധ്യമങ്ങൾ അതിൻ്റെ വസായിത്വം ഉപയോഗിച്ചാൽ കാണാൻ കഴിയും. ഇപ്പോൾ പള്ളിയിലുള്ള കുട്ടികളെ സംബന്ധിച്ച് നിരീക്ഷണം നടത്തി പറഞ്ഞില്ലേ, അങ്ങനെ ഓരോന്നും സംബന്ധിച്ചു അതിൻ്റെ ഭൗതിക മാധ്യമങ്ങൾ ഉപയോഗിച്ച് കാണുന്നത് പോലെ കേൾക്കുന്നത് പോലെ അവർക്ക് കേൾക്കാൻ കഴിയും. അവർ ഉപയോഗിക്കുന്നത് ഈ മാധ്യമല്ലാതെ മാത്രം. അവർ ഭൗതികമാവുന്ന മാധ്യമങ്ങളല്ല. അവർ ആകാശത്ത് കൂടി പറക്കണം, നമ്മളും പറക്കണം, അവരും പറക്കണില്ലേ. നമ്മൾ പ്ലെയിനിലുമാണ് നമുക്ക് പറക്കാൻ, അവർക്കത് വേണ്ട, പേടകം വേണ്ട എന്നുള്ളത് മാത്രം. റസൂൽ ബൈദായി സഞ്ചാരം നടത്തിയില്ലേ, അത് പേടകത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തി. അത് ബൈത്തുൽ മഖ്ദിസിലേക്ക് മക്കത്ത് പോയി നിമിഷങ്ങളെ കൊണ്ട് അവിടെ എത്തി. അത് പ്രത്യേക പ്രത്യേക സ്പീഡുള്ള വാഹനം. പക്ഷെ ഒരു വാഹനത്തിലാണ് നബി പോയത്. അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് പോയത് അത് പ്രത്യേക വാഹനങ്ങളൊന്നും ഇല്ലാതെ. അപ്പൊ അത് എങ്ങനെ സാധിപ്പിച്ചെടുത്തു? അപ്പോൾ ഭൗതികമായി വികസിപ്പിച്ചെടുത്തതായ ടെക്നോളജിയേക്കാൾ അതിനൊക്കെ മറികടക്കുന്ന ടെക്നോളജിയാണ് ഈമാൻ കൊണ്ട് ഇവിടെ വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്നത്. അപ്പൊ അതിനുള്ള ഒരു ഈമാൻ നമുക്കൊന്നുമില്ല. അങ്ങനെ ഉണ്ടാവുന്നത് മനസ്സിലാക്കാനുള്ള ഈമാൻ നമ്മളെ മനസ്സിലാക്കിയ മഹാനാവുന്ന ഇമാം റാസി തങ്ങളെ നിസാബുദ്ധിച്ച നമ്മൾ എല്ലാവരും ഇമാം റാസി തങ്ങളെ കാണാൻ ചെന്നു. അപ്പൊ ഒരു പെണ്ണ് മാത്രം കാണാൻ പോകും. അപ്പൊ എല്ലാവരും പറഞ്ഞു, എടി ഇതെന്താ കാണാൻ പോകാത്തത്, ആരായി വന്നിട്ടെന്ന് എനിക്ക് അറിയുമെന്ന് ചോദിച്ചു. 1000 ലക്ഷങ്ങളെ കൊണ്ട് അല്ലാഹ് വാഹിദാണെന്ന് ഇസ്ബാത്ത് ചെയ്ത മഹാനാണ്. 1000 ലക്ഷങ്ങളെ കൊണ്ട് അല്ലാഹ് ഉണ്ട് ഇസ്ബാത്ത് ചെയ്ത ആളാണ്. അങ്ങനത്തെ വലിയ ആളാണ് മൂപ്പര്. ഓരോ ഇൽമിന്റെ ഓരോ ഫന്നിലും ഒരു കിതാബല്ല, 2 അല്ല, അങ്ങനെ എണ്ണമറ്റ കിതാബുകൾ എഴുതിയ ആളാണ്. ആ കിതാബുകൾ തന്നെ ഒരു വാല്യമല്ല, പല വാല്യങ്ങളുള്ള 20-30 വാല്യങ്ങളുള്ള കിതാബ് എഴുതിയ ആളാണ്. അതാണ് ഇമാം റാസി തങ്ങൾ. ഇതിന്താ അയാളെ കാണാൻ പോകണം. അപ്പൊ ഇവള് പറഞ്ഞു, എനിക്കിപ്പോ അല്ലാഹ് ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കാൻ, അല്ലെങ്കിൽ അല്ലാഹ് ഏകനാണെന്ന് വിശ്വസിക്കാൻ ഇയാളെ ഈ 1000 ലക്ഷങ്ങളിലേക്കൊന്നും എനിക്ക് ആവശ്യമില്ല. അല്ലാഹ് ഉണ്ട് എന്ന് റസൂല് പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു. റസൂല് പറഞ്ഞു, ബാക്കിയുള്ളവർ പറഞ്ഞു തന്നു, അപ്പൊ ഞാൻ വിശ്വസിച്ചു. അപ്പൊ ഇമാം റാസി തങ്ങളോട് ചെന്ന് പറഞ്ഞു, തങ്ങളെവിടെ ഒരു പെണ്ണുണ്ട്, അവളോട് എല്ലാവരും വന്ന് നിങ്ങളെ കണ്ടു ദ്വാരിപ്പിച്ചു പോയി. അവളോട് പറഞ്ഞപ്പോ
നിങ്ങളെ പറ്റി നിങ്ങളിങ്ങനെ 1000 വിഷയങ്ങൾ കൊണ്ട് അള്ളണ്ടെന്നൊക്കെ ഇസ്ബാത്ത് ചെയ്ത് അള്ളാഹ് വാഹിദാണ് ഇസ്ബാത്ത് ചെയ്ത വലിയ മഹാനാണെന്നൊക്കെ പറഞ്ഞു. അവള് പറഞ്ഞ മറുപടി ഇതാന്ന്. അപ്പൊ ഇമാം റാസി തങ്ങൾ പറഞ്ഞു അല്ലാഹുമ്മ ഈമാനൻ കഈമാനില്ലാ പഠിച്ച ഓളെ ഈമാൻ പോലത്തെ ഈമാൻ നമുക്ക് കിട്ടിയാൽ വേണ്ടി. ഇപ്പൊ റസൂലുള്ള ബഹിരാകാശ സഞ്ചാരം നടത്തി നിമിഷങ്ങളെ കൊണ്ട് മക്കത്ത് മദീനയുടെ ബൈത്തുൽ മഖ്ദിസ് പോയി എന്നൊക്കെ വന്ന് പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നെ അവിടെ ചോദിച്ചില്ല ഏത് വാഹനത്തിന് പോയി പേടക എവിടുന്ന് നിരീക്ഷണം ഉണ്ടായിരുന്നത്, അവിടെ ഏതെങ്കിലും നിരീക്ഷണ കേന്ദ്രത്തിൽ നിങ്ങൾ നിരീക്ഷിക്കുന്ന എത്ര സ്പീഡ് എന്നൊക്കെ ചോദിച്ചില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു വിശ്വസിച്ചു. ഇതാണ് അല്ലാഹുമ്മ ഈമാനൻ കഈമാനി അബൂബക്കർ. അബൂബക്കർ അങ്ങനത്തെ ഒരു വിശ്വാസം നമുക്കില്ല. നമുക്ക് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ എന്താണെന്ന് അതിനൊക്കെ ലക്ഷ്യങ്ങൾക്ക് അവർ പറഞ്ഞിട്ടുള്ള റസൂൽ പറഞ്ഞിട്ടുള്ള പോരാ. അപ്പൊ നമ്മൾ ആദ്യം നമ്മളെ ഈമാൻ നമ്മൾ ശരിയാക്കുക, ആ ഈമാൻ നമ്മൾ വളർത്തിയെടുക്കുക, ഈമാനെ വികസിപ്പിച്ചെടുക്കുമ്പോൾ ഇങ്ങനത്തെ ചില ഗുണങ്ങളൊക്കെ അതിപ്പോ തർത്തുബായി ഉണ്ടായിത്തീരുന്നതിന്റെ സമ്പത്തുകളൊക്കെ ഉണ്ടാവും. അത് യാതൊരു സംശയമില്ല. അതിന്റെ ശേഖം പറഞ്ഞത് കുട്ടിയ കത്തുള്ള വസ്തുവിനെ പോലെ കാണുവാൻ, അതായത് ആര് ഹൃദയത്തിലേക്ക് നോക്കിയിട്ടും അല്ലെങ്കിൽ അവർ തെർബിയത്ത് ചെയ്യണം വീതന്മാരുടെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് കാണാൻ പറ്റുന്നതായ പ്രത്യേകമാവുന്ന ഒരു യന്ത്രം മനസ്സിലാക്കിക്കോ. അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെഷീൻ്റെ കൈവശത്ത് പറഞ്ഞതിൻ്റെ അർത്ഥം അത് ഉപയോഗിച്ച് എനിക്ക് കാണാൻ കഴിയും. ആ യന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ ഈമാനെ ഞാൻ വികസിപ്പിച്ചെടുത്തു. ആ ഈമാനാവുന്ന ആ നൂറ് കൊണ്ട് എനിക്ക് കാണാൻ കഴിയും. അവളെ കാണുന്നത് പോലെ കാണുന്ന അവർ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാലേ ശരിയാവുള്ളൂ. അള്ളാഹ് കാണാൻ ഏതെങ്കിലും തരത്തിലുള്ള മാധ്യമങ്ങളിലേക്കോ അസ്ബാബുകളിലേക്കോ ആവശ്യമില്ല. അങ്ങനെ കാണുന്നതല്ല മുമ്പിൽ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഈ ഭൗതികമാവുന്ന ഉപകരണങ്ങളൊന്നും ഇല്ലാതെ ഇതൊക്കെ കഴിഞ്ഞത്. അപ്പൊ നമ്മുടെ വിശ്വാസം എന്നുള്ളത് നമ്മളെ അഖീദ എന്ന് പറഞ്ഞത് നമ്മളെ ആദർശം എന്നൊക്കെ പറഞ്ഞ വലിയ സംഗതികളാണ്. അപ്പൊ ഈ ആദർശങ്ങൾ ശരിക്കും മുഅല്ലിമീങ്ങളും ഉസ്താദന്മാരൊക്കെ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അതിന് നല്ല തഹ്ഖീഖുള്ള മഹാന്മാരാവുന്ന ഉസ്താദന്മാരിൽ നിന്ന് അതിന്റെ ക്ലാസ്സുകൾ കേൾക്കണം. അല്ലെങ്കിൽ സംശയമുള്ള സ്ഥലത്ത് ഇതിന്റെ സംശയങ്ങൾ ചോദിച്ച് അങ്ങനല്ലേ ചെറിയവരോടും ചോദിക്കാന്നല്ലേ. മഹാനാവുന്ന ഇമാം മുഹമ്മദി തങ്ങൾ, ഇമാം ബുഖാരി തങ്ങളെ ഉസ്താദാണ്, ഇമാം ഷാഫി തങ്ങളെ ഇശ്ശേരി. അത് ഇമാം ബുഖാരി തങ്ങൾ തന്നെ ആദ്യം തന്നെ ഇമാം മുഹമ്മദി തങ്ങളെ ഹദീസ് കൊണ്ടുവരാൻ കാരണം തന്നെ പറയണത് അത് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ ഇമാം ഷാഫി ഷാഫി ഇമാമിന്റെ മദ്ഹബിൽ നിന്നാണ്. അൻഫികൾ അങ്ങനെയല്ല പറയുന്നത്. മുമ്പ് ഒരു മദ്ഹബ് മുത്തിലൊക്കെ ബുദ്ധിത്ത് ചെയ്താണ്. ഓരോ കൂടെ കിട്ടാതെ ഒരു പറഞ്ഞ് മുത്തിലൊക്കെ ബുദ്ധിത്ത് ചെയ്താണെന്ന് പറഞ്ഞു. നമ്മളങ്ങനെയല്ല പറയുന്നത്. ഇമാം ഷാഫി തങ്ങളെ മദ്ഹബ്. അതുകൊണ്ടാണ് ഇമാം മുഹമ്മദി തങ്ങളെ ഹദീസിൽ തന്നെ ആദ്യം കൊണ്ട് വേറെ വലിയ ഉസ്താദന്മാർ ജയിച്ചിട്ടില്ല. ഇമാം മുഹമ്മദി മുമ്പ് ഉസ്താദാണ്, ഇമാം ഷാഫി ജയിച്ചത്. അപ്പൊ ഇമാം മുഹമ്മദി തങ്ങൾ പറഞ്ഞു സാഹിബത്തു ഷാഫിയ്യ മിൻ മക്ക ഇലാ മിസ്ർ. മക്കത്ത് മിസ്ർ വരെ ഇമാം മുഹമ്മദിന്റെ ഷാഫി ഇമാമിന്റെ കൂടെ വാന അസ്തഫീദു മിന്നുൽ മസായിൽ. മൂപ്പരിന്ന് ഞാൻ മസാല ചോദിച്ചു പഠിച്ചു. അത് കുഴപ്പമില്ല, ഉപദേശിച്ചതല്ലേ. എന്നാ ഓവ യസ്തഫീദു മിന്നിൽ മസായിൽ. മൂപ്പര് ഇന്ന് ചോദിച്ചു പഠിച്ചു. അപ്പൊ നമ്മള് ചെറിയവരാണെങ്കിലും അവരത് ചോദിച്ചു പഠിച്ച് വിഷയങ്ങളെ തഹ്ഖീഖ് ചെയ്ത് മനസ്സിലാക്കുന്ന സ്വഭാവങ്ങൾ നമ്മൾ പണ്ഡിതന്മാർക്കാണ്. നമ്മൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ പിന്നെ ചോദിക്കണ്ട, പിന്നെ പഠിക്കണ്ട. ഇതെങ്ങനെ ചോദിച്ചാൽ നമ്മൾ ചെറുതാവില്ല. നമ്മൾ ചെറുതാവുകയല്ല ചെയ്യണത്. ചോദിക്കാതെ വിവരമില്ലാത്ത പാർട്ടി പഠിപ്പിച്ചു കൊടുത്താൽ കുട്ടികൾ മോശമാവും. മനസ്സിലായി? കുട്ടികൾ തെറ്റ് പഠിച്ചാൽ അതിൽ നമ്മളെ നമ്മൾ വലിയ പറയേണ്ടി വരും. നമ്മളാവും അതിന്റെ ഉത്തരവാദികൾ. അപ്പൊ നമ്മൾ വിഷയങ്ങൾ ചോദിച്ചു പഠിക്കാൻ വേണ്ടി നമ്മൾ എന്താവണം? മഹാന്മാരൊക്കെ സക്കീൽ അൻസാരി പറഞ്ഞില്ലേ, അന ബൈനൽ ഹജറൈനി വബൈനൽ ജലാലൈനി വബൈനൽ കമാലൈനി എന്ന് പറഞ്ഞത്. എന്റെ വളർച്ചന്റെ കാരണം എന്റെ ഉസ്താദന്മാരുടെ കൂട്ടത്തിൽ ഒരു ജലാൽ ഉണ്ടായിരുന്നു, ഒരു കമാൽ ഉണ്ടായിരുന്നു, ഒരു പിന്നെ ഹജർ ഉണ്ടായിരുന്നു. എന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലും വേറൊരു ഹജറും വേറൊരു ജലാലും വേറൊരു കമാലും ഉണ്ടായിരുന്നു. അതിന്റെ അർത്ഥം എന്താ? ഉസ്താദന്മാരിന്ന് ഞാൻ പഠിച്ചു, ശിഷ്യന്മാരിന്ന് ഞാൻ പഠിച്ചു. അതുകൊണ്ടാണ് നശഅ്തു ബൈനൽ ഹജറൈനി വബൈനൽ ജലാലൈനി വബൈനൽ കമാലൈനി എന്ന് എപ്പോഴും പറഞ്ഞു. ആരാണ് ഇമാം സക്കീൽ അൻസാരി തങ്ങൾ? ഷാഫി എന്നുള്ള പേരിൽ അറിയപ്പെട്ട വലിയ മഹാനാണ്. ഇബ്നു ഹജർ തങ്ങളുടെ ഉസ്താദാണ്. ഇബ്നു ഹജർ ഹൈതമിന്റെ ഉസ്താദ്, ഇമാം സുയൂത്തിന്റെ ഉസ്താദാണ്. അതുപോലെ തന്നെ ജലാലുദ്ദീൻ സുയൂത്തി തങ്ങളുടെ ഉസ്താദാണ്. ജലാലുദ്ദീൻ മഹല്ലി തങ്ങളെ ഇശ്ശേരാണ്. ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളെ ഇശ്ശേരാണ്. അപ്പൊ അവര് വലിയ മഹാനായിരുന്നു. പക്ഷെ അവരെന്തായി? അവർ പറഞ്ഞു, എനിക്ക് ശിഷ്യന്മാരിൽ നിന്ന് പഠിച്ചു പഠിച്ചൊരു അഭിമാനക്കുറവല്ല, നമുക്ക് വിവരമുള്ള ആരോട് ചോദിച്ചു പഠിക്കാം. അങ്ങനെ പഠിച്ച് വിവരം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം.
റബ്ബി സിദ്നി ഇൽമാ അങ്ങനെ ദ്വാരക്കാറുണ്ട്. അപ്പൊ ഇന്നലത്തെ ഇൽമല്ലാത്തൊരു ഇൽമ നമുക്ക് കിട്ടിയത് നമ്മൾ ഉറപ്പ് വരുത്തണം. ആ നിൽക്കാവണം നമ്മുടെ ജീവിതം. ആ നിൽക്കൽ ഇൽമുമായും കൊണ്ട് ബന്ധപ്പെട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി പ്രവർത്തിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് എതിരിൽ വരുന്നതായ എല്ലാ ദുശക്തികൾക്കെതിരിലും അതിന് ശബ്ദിക്കേണ്ടവരും അതിനെ എതിർക്കേണ്ടവരൊക്കെ നമ്മൾ തന്നെയാണ്. ആ ഉത്തരവാദിത്വം നമുക്ക്. ആ നിലക്ക് ഉറച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ പിന്നിൽ നിൽക്കുക. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ശൈഖുനൊക്കെ പറഞ്ഞമായിരിക്കും. ഇവനെ പറയണ്ടേ എപ്പോഴും ഇതിന്റെ പിന്നിൽ നിന്നാൽ സ്വർഗത്തിൽ മഹാന്മാരാവുന്ന ആളുകൾ നമ്മളൊപ്പം ഉണ്ടാവും. മശായിഖ്മാർ അവർ നമ്മളെ സ്വർഗത്തിൽ കൂട്ടിച്ചു കൊണ്ടുപോകും. ആ ഒരു ഗുണമെങ്കിൽ നമുക്ക് ശിവനെ പറഞ്ഞത് അങ്ങനെ എപ്പോഴും പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ ഔലിയാവ് അവരിവിടെ സ്ഥാപിച്ചൊരു സംഘടനയാണ്. ആ സംഘടന ഇന്നും അവർ തന്നെയാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ പോക്കിൽ വല്ല തെറ്റുണ്ടെങ്കിൽ അവരത് തിരുത്തുന്നത് ചെയ്യും, യാതൊരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് ഇത് പിന്നെ നമ്മൾ ഉറച്ചു നിൽക്കുക. ഇതിവിടെ ഇത് മറ്റുള്ള ഏതെങ്കിലും നിലക്കുള്ള ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ സ്ഥാപിക്കപ്പെട്ട ഒരു സംഘടന അല്ല. അതൊരു ഉദ്ദേശവും നമ്മളെ ഉദ്ദേശം അങ്ങനെ തന്നെ. ഭൗതികമായ എന്തെങ്കിലും ലാഭങ്ങൾക്ക് വേണ്ടിയല്ല നമ്മളൊക്കെ ഈ സംഘടനക്ക് വേണ്ടി നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത്. പിന്നെ ഭൗതികമാകുന്ന സുഖ സൗകര്യങ്ങളൊക്കെ നമുക്കൊക്കെ വരും. അത് നമ്മളെ ലക്ഷ്യത്തിൽപ്പെട്ടതല്ല. ഇപ്പൊ നമുക്ക് നല്ല വീടുണ്ടാക്കാൻ പാടില്ലല്ലോ. വീട് എല്ലാവർക്കും ഉണ്ടാക്കാൻ ആവശ്യത്തിന് വണ്ടി സൗകര്യമുള്ള വണ്ടി ഉപയോഗിക്കാം. അതൊക്കെ സൗകര്യമുള്ള സംഗതികളൊക്കെ അവനവന്റെ പൈസ അനുസരിച്ചൊക്കെ എന്താക്കാം ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല, മനസ്സിലായില്ല. പക്ഷെ അതിന് വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മളിങ്ങനെ നമ്മളെ വണ്ടി മാറ്റാനോ അല്ലെങ്കിൽ ഉയർന്ന വണ്ടി എടുത്ത് കൊണ്ടായി ഓടിച്ചാലോ ഇതിനൊന്നുമല്ല നമ്മളോട്. ആ ഒരു വണ്ടി വേണം, അത്യാവശ്യം സൗകര്യമുള്ളൊരു വണ്ടിയാണ്. എന്നോട് എല്ലാവരും ചോദിച്ചു ഒരു ഇന്നോവ ആക്കി പൈസ വാങ്ങണമെങ്കിൽ പൈസ വാങ്ങണം. പിന്നെ ഇത് കടം വാങ്ങിക്കാണ്ട് ഈ ലോണൊക്കെ എടുത്തുകൊണ്ട് പരിപാടി നടത്താൻ തന്നെ അതൊരു വലിയ ബുദ്ധിമുട്ട്. ഞാൻ എപ്പോഴും ലോൺ ഇല്ലാത്ത വണ്ടി ഞാൻ വാങ്ങാറുണ്ട് എപ്പോഴും അധികം. ഞാൻ എന്ന് പറഞ്ഞാൽ കമ്പനി നേരിട്ട് അവർ കമ്പനിമാരോട് അതിന് പൈസ ഞാൻ 2-3 മാസം കൂടെ തറന്ന് നിൽക്കാന്ന് പറഞ്ഞു. മുമ്പ് ലോണിലല്ലാതെ അന്നത്തെ വകുപ്പിച്ചതായപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് അങ്ങനെ എടുക്കുന്നത്. അതുകൊണ്ട് കുടുങ്ങിയിരിക്കുന്നു. കാരണം അടച്ചു തീർക്കാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മൾ വണ്ടി പലരും കൊടുത്തേക്കാൻ ചെയ്തിട്ടില്ല. നമുക്ക് ഒരാളെ വണ്ടി കൊടുത്തേക്കാൻ പലരും വണ്ടി വേണ്ടെന്ന് പറഞ്ഞാൽ വണ്ടി വാങ്ങി തരുന്ന പലരും. അപ്പൊ നമ്മൾക്ക് അങ്ങനത്തെ നമുക്ക് നമ്മളെ പൈസ അനുസരിച്ച് വണ്ടി നമുക്ക് വേണം, നമുക്ക് യാത്ര സൗകര്യം വേണം. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിക്കോളി, കളൊക്കെ ഉണ്ടാക്കിക്കോളി, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന് വേണ്ടി ആവരുതി നമ്മളെ ജീവിതം മാത്രം. അത് ആവരുതി നമ്മൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആവശ്യമുള്ള സംഗതികളൊക്കെ അല്ലാഹു ചെയ്തു തരും. അല്ലാഹു അതിനെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അങ്ങനല്ലേ എല്ലാ വിഷയത്തിലും അവർക്ക് എല്ലാ നിലക്കുള്ള പിന്നെ സൗകര്യങ്ങൾ ഉണ്ടാവുന്നല്ലേ ഇതിന്റെ അർത്ഥം. അല്ലാഹുവിനക്ക് തഖ്വ ചെയ്താൽ എല്ലാ സംവിധാനങ്ങളും അല്ലാഹു അവർക്ക് ചെയ്തു. അത് ചെയ്യാത്തവർക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. അത് വേറെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുത്തഖീകളാവാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ അല്ലാഹുവിന്റെ വജീഹിന് വേണ്ടി പ്രവർത്തിക്കുക, ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുക. നമ്മളെ കാര്യങ്ങൾ നടപെടുത്തുക തന്നെ ചെയ്യും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ പോഷക സംഘടനകൾ അതിനൊക്കെ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. ലക്ഷ്യങ്ങളിൽ നമ്മൾ തെറ്റാൻ പാടില്ല ഒരിക്കലും. ആ നിലക്ക് ഇഖ്ലാസോടുകൂടി നല്ല നിയ്യത്തോടുകൂടി നമ്മൾ അല്ലാഹുവിന്റെ വജീഹിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഈ സംഘടനയുടെ പിന്നിൽ അണിനിരക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. അതിന് മഹാന്മാരാവുന്ന ഈ ഉസ്താദന്മാരാവുന്ന നിങ്ങൾക്കൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഈ സംഘടനയെ അല്ലാഹു എല്ലാവിധ ശത്രുക്കളിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക്കൽ അഅദാഅ മിൻ കുല്ലി വിജ്ഹ വബിസ്മിക്കൽ അളീം നർമീഹിം മിനൽ ബുഅദി ബിശ്ശത്തത്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക്കൽ അഅദാഅ മിൻ കുല്ലി വിജ്ഹ വബിസ്മിക്കൽ അളീം നർമീഹിം മിനൽ ബുഅദി ബിശ്ശത്തത്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക്കൽ അഅദാഅ من كل وجهة وباسمك العظيم نرميهم من البعد بالشتت. അല്ലാഹു എല്ലാ നിലക്കുള്ള ശത്രുക്കളിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. സംഘടന അല്ലാഹു ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. ഈ സംഘടന 100-ാം വാർഷികം വലിയൊരു സംഭവം, ബഹുലമായ ചരിത്ര പ്രസിദ്ധമായ ചരിത്ര സംഭവമാക്കി മാറ്റാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
അതിന് എല്ലാ മാർഗങ്ങളും അള്ളാഹു ഉറപ്പാക്കി തരട്ടെ. അതിന് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കുക. ഞങ്ങോട്ട് കൂടെ ഒത്തു നോക്കണം. നമ്മളെ പണി ഇതാണ്. 100-ാം വാർഷികം അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ നമ്മളെ വാവാട് കുറ്റിപ്പോയ മുസ്ലിയാരുടെ ഒപ്പം ഹാദ്യമായി ഉണ്ടായിരുന്ന സിദ്ദീഖ് വൈദ്യുതി. അപ്പോൾ അവൻ്റെ സഹോദരി പ്രയാസകരമായ അസുഖത്തിലാണ് റഹ്മുറഹിമീനായ തമ്മിലാണ് ഞങ്ങളുടെ സുഹൃത്ത് സിദ്ദീഖ് ഫൈദി. അവൻ്റെ സഹോദരിയുടെ ആ രോഗങ്ങളെ നീ ശരിയാക്കി കൊടുക്കണേ. ലാഹിരിയ, ബാത്തിനിയ, ഖൽബിയ, ബദനിയ, റൂഹാനി, ഇസ്മാനിയ എന്ന ഏത് രോഗമാണ് ഈ മഹാന്മാരാവുന്ന ഉസ്താദന്മാർ അണിനിരക്കുന്ന ഈ മജ്ലിസിൻ്റെ ഹക്കുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ സർവ്വ ഈ ആലിമീങ്ങൾക്കുള്ള ഹക്കുണ്ട്, സർവ്വ മുഖദ്ദസ്തായ അർവാഹികൾക്കുള്ള ഹക്കുണ്ട്, ഞങ്ങളെ മഹാന്മാരാവുന്ന മശായിഖ് അജ്ദാദിൻ്റെ ഹക്കുണ്ട്. റഹ്മുറഹിമീനായ അല്ലാഹ് ഈ സഹോദരിക്കുള്ള അസുഖത്തിലെ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്, ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്, ശിഫയാക്കി കൊടുക്കണേ. ഇതിൻ്റെ പിന്നെ അപ്പൊ ഇതിൻ്റെ ഭക്ഷണത്തിൻ്റെ എല്ലാം അരി ബഹുമാനപ്പെട്ട KK ഇബ്രാഹിം. അപ്പോൾ അവരാണ് അരി തന്നിട്ടുള്ളത്. പിന്നെ വാവാടുള്ള ഒരാൾ ഇറച്ചി തന്നിട്ടുണ്ട്. അവൻ രണ്ടാളെയും ജീവിതത്തിൽ അള്ളാഹു എല്ലാ ഖൈറും ബർക്കത്തും ചൊരിഞ്ഞു കൊടുക്കട്ടെ. അവരെ ഈ സർക്കാർ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അവരിൽ നിന്നും മരണപ്പെട്ടവർക്കുള്ള ഖബറുകൾ അള്ളാഹു സുഖഭോഗവനായി കൊടുക്കട്ടെ. എല്ലാ ശരികളിൽ നിന്നും അവരെ കുടുംബത്തിലേക്ക് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ കുടുംബങ്ങളൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവർക്ക് നമുക്കൊക്കെയുള്ള ആഖിബത്ത് അള്ളാഹു എന്നാക്കി തരട്ടെ. ഈമാനോട് ബന്ധിച്ചിട്ട് സുഖത്തിന് മഹാന്മാരോട് ഒരുമിച്ച് കൂടി തരട്ടെ. ഇതുപോലുള്ള ഈ സംഗതികളൊക്കെ നമ്മൾ മൂല്യന്മാർ ചെയ്യണം. അതാണ് മൂപ്പര് ആ ചെയ്തിട്ട് ഒരു തുടക്കം കൂടി മനസ്സിലാക്കി. നമ്മളിങ്ങനെ പിരിവ് നടത്താൻ പറ്റില്ലാതെ നമ്മൾ തന്നെ കഴിയുന്ന വാരിക്ക് എടുത്തിട്ട് ചെലവാക്കാന്നാണ് അഭിപ്രായം. മുന്നിൽ അരി തന്നുകൊണ്ട് ഇവിടെ ഒരു മാതൃകയായി കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നാട്ടിലൊക്കെ പരിപാടി നടത്തുമ്പോൾ അരി കൊടുക്കാൻ കഴിയുന്നവരെ അരി കൊടുത്താൽ നമുക്കൊക്കെ പ്രായമുഞ്ചിൽ അരിക്ക് കൊടുക്കാൻ കഴിയില്ല. കാരണം അത്ര കപ്പാസിറ്റി ഇല്ലല്ലോ. അപ്പോൾ ചെറിയ നൽകങ്ങളൊക്കെ കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. SKSF ജാരിയുണ്ട്. അതിൽ ജമിയത്ത് ഉസ്താദന്മാർക്കായിട്ട് പങ്കാളികളാവണമെന്നാണ്. നമുക്ക് പലരും പങ്കാളി സമ്മേളനം വേണ്ടത് കേട്ടോ. അതിനും പങ്കാളികളാവണം. അത് ഇതിന് അസാഹു ചെയ്യുന്നു. എന്നായിക്കോട്ടെ, നമ്മൾ ചെയ്യട്ടെ. കൊണ്ട് ഉദ്ഘാടനത്തിനായി വേദിയിൽ ഏതാനും ചില അവാർഡ് ദാനങ്ങൾ നടക്കുകയാണ്.